ഹലോ ഗായ്സ്, ഇന്നിവിടെ ബോറടിച്ചിട്ട് ഞാനൊരു ചിത്രം വരക്കാൻ ഇറങ്ങിയപ്പോഴാണ് ഒരു സംഭവം നടന്നത്. എൻ്റെ അനിയൻ ഇതാണ്ട് അങ്ങ് നോടി വന്നിട്ട് എന്നോട് പറയുക, ഒരു ബോട്ടിൽ എനിക്ക് ചാടിത്തന്നു. നോക്കുമ്പോൾ എന്താ, ആ ബോട്ടിൽ ഷാമ്പു ആണ്. അപ്പോൾ അവൻ പറഞ്ഞു, ഈ ഷാമ്പു കൊണ്ട് ഒരു ബബിൾ ഉണ്ടാക്കി തരുമോ, അതായത് നമ്മളിങ്ങനെ വീർപ്പിച്ച് കളിക്കുന്നില്ലേ, ആ ബബിൾ. അങ്ങനെ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, നേരെ ബബിൾസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ തപ്പാൻ പോയി. ആദ്യം നമുക്ക് വേണ്ടത് ഒരു ബോട്ടിലിൻ്റെ പകുതി ഭാഗമാണ്. ഇവിടെ എവിടെയോ ഞാനൊരു അങ്ങനെ ഒരു പകുതി ഭാഗം കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം നമ്മൾ അതും തപ്പി പോകുമ്പോൾ എൻ്റെ അന്നെ അത് കണ്ടു. അവൻ പറഞ്ഞതാ ഇവിടെയുണ്ട്, നമുക്ക് വേഗം അതെടുക്കാം. ഞാനങ്ങനെ ആദ്യം തന്നെ പോയി അത് എടുത്തു. എന്നിട്ട് വേഗം ഓടിപ്പോയി അത് വാഷ് ചെയ്തു. എന്നിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, നിങ്ങൾ കാണുന്നില്ല അതിലുള്ള വെള്ളം. ഇനി നമുക്ക് നേരെ നമ്മുടെ പരീക്ഷണശാലയിലേക്ക് പോകും. അവിടെ ഇത് കൊണ്ടുപോയി വെക്കാം. പക്ഷെ നമുക്കൊരു കാര്യം വേണം, കർമൂസയില, അതായത് കർമൂസയുടെ ഇലേൻ്റെ മുകളിൽ തണ്ട്. അപ്പം ഞാനിതാ ഒരു ബ്ലേഡ് കൊടുത്തിട്ട് നേരെ ഇല പറിക്കാൻ പോയി. അപ്പോൾ ഇല പറിക്കാൻ പോയപ്പോഴാണ് നമ്മുടെ താഴെ നമ്മുടെ കിങ്ങിണി പൂച്ച ഇരിക്കുന്നത് കണ്ടത്. കിങ്ങിണി പൂച്ചയോട് സംസാരിച്ചപ്പോൾ കിങ്ങിണി പൂച്ച പറഞ്ഞു, ഇവിടെ ഉള്ളതൊന്നും പറിക്കാൻ ഞാൻ സമ്മതിക്കില്ല, നിങ്ങൾ വേറെ എവിടെയെങ്കിലും പോകും. അപ്പോൾ നമുക്ക് ഇവിടെ 3 കർമൂസ ഉണ്ട്. രണ്ടാമത്തെ കർമൂസ നമുക്ക് അവിടെയാണ്, നമുക്കൊന്ന് അവിടത്തേക്ക് പോകാം. അങ്ങനെ ഞാൻ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അത് നല്ല ഹൈറ്റിലുള്ളൊരു കർമൂസയാണ്. അപ്പോഴാണ് നിങ്ങൾക്കൊരു സാധനം കാണിച്ചിട്ട് ഞാൻ വന്നത്. ഇതാണ് ഗൈസ് എൻ്റെ വീട്. കട്ടില വെപ്പാണ് കഴിഞ്ഞത് ഇപ്പോൾ ഗൈസ്. അപ്പം ഞാൻ നോക്കി കർമൂസ, പക്ഷേ നമുക്ക് അവിടെയുള്ളതൊക്കെ ഉണങ്ങിയതാണ്, മേലെയാണ്, നമുക്ക് എത്തുകയില്ല. ഞാൻ പറഞ്ഞില്ലേ 3 കർമൂസ ഉണ്ടെന്ന്, ഇനി ഒന്നും കൂടി ബാക്കിയുണ്ട്. അവിടെ ഉണ്ടാവാൻ ചാൻസ് കുറവാണ്, എന്നാലും സാരമില്ല, നമുക്ക് അങ്ങോട്ട് പോയേക്കാം. ഇതാ ഗൈസ്, ഒരു അടിപൊളി കർമൂസ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതാ ഇതേപോലൊരു ഹോളാണ് നിങ്ങൾ ഉണ്ടാക്കേണ്ടത്. എന്നിട്ടത് വാഷ് ചെയ്യണം, നമ്മൾ വായിൽ വെക്കുന്നതല്ലേ, അപ്പോൾ അത് വാഷ് ചെയ്യണം. ഇനി നമുക്ക് നേരെ നമ്മുടെ പരീക്ഷണശാലയിലേക്ക് പോവാം. അപ്പോഴാണ് നമ്മുടെ കിങ്ങിണി പൂച്ചയുടെ കൂട്ടുകാരി മിട്ടു പൂച്ച വന്നത്. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ കിങ്ങിണി പൂച്ച എന്നോട് ചോദിച്ചു, നിനക്ക് ഇല കിട്ടിയോ? ഞാൻ പറഞ്ഞു, ഓ കിട്ടി. അപ്പോൾ നമ്മളിതാ പരീക്ഷണശാലയിലെത്തി. ഇനി നമുക്കിതാ ഈ ഒരു വെള്ളത്തിലേക്ക് ഷാമ്പു ഒഴിച്ചു കൊടുക്കാം. ഷാമ്പു ആണെങ്കിൽ തീരെ ഇല്ലായിരുന്നു, വളരെ കുറവാണ് അതിൽ വരുന്നത്. എന്ത് ചെയ്യാനാ, ഷാമ്പു പോലും ഇല്ല. അങ്ങനെ നമ്മൾ അതിൽ വരുന്ന ഷാമ്പു ഒക്കെ എടുത്തിട്ട് നമ്മുടെ നേരത്തെ പച്ച ആ കോയിലില്ലേ, ആ കോയിൽ കൊണ്ട് നന്നായിട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഗൈസ് ബബിളി വരുമോ എന്നൊന്നും ഒരു ഉറപ്പുമില്ല. നമുക്കൊന്ന് ഊതി നോക്കാം ഇതിലേക്ക്. ഗൈസ് ഫസ്റ്റത്തെ ബബിൾ വന്നിരുന്നു, പക്ഷേ അത് പൊട്ടിപ്പോയി. നമുക്ക് വീണ്ടും ട്രൈ ചെയ്യാം, നമ്മൾ ഒരിക്കലും തോക്കരുത്. അതും പൊട്ടി ഗൈസ്. വൗ ഗൈസ്, അത് പൊട്ടിയില്ല ഗൈസ്. ഇതിൻ്റെ കാറ്റിങ്ങനെ ഒഴിഞ്ഞു പോകും നമ്മൾ അതുമായിട്ട് വിട്ടില്ലെങ്കിൽ. ഗൈസ് നിങ്ങൾ കാണുന്നില്ലേ ബബിൾസ് പോകുന്നത്. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. ബൈ ബൈ.